വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വലിയ പുസ്തകമാണ് പിണറായി എന്ന് പറയുന്നത്. നമുക്കെല്ലാം ഏറെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു നേതാവാണ്. തുടർച്ചയായി LDF ഭരിച്ചാൽ CPM ഇല്ലാതായി പോകും എന്നുള്ളൊരു പ്രചരണമാണ് വരുന്നത്. എന്താണ് അങ്ങനെ ഒരു പ്രചരണത്തിന് പിന്നിൽ എന്താണെന്നാണ് CPM കരുതുന്നത്? കേരളത്തിൽ സമ്പൂർണ്ണ കുടിവെള്ളം നൽകിയ ആദ്യ മണ്ഡലമാണ് കല്യാശ്ശേരി. ഇടതുപക്ഷത്തോട് എല്ലാ ഘട്ടങ്ങളിലും ചേർന്ന് നിന്ന ഒരു മണ്ഡലമാണ്. കല്യാശ്ശേരിയെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലേക്കെല്ലാം ഈ കാലയളവിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയുടെ ജനകീയ MLA M വിജിനാണ് കണ്ണൂർ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം M വിജിൻ. ഇത്തരം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച ഒരു വിദ്യാസമ്പന്നമായ ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരികയാണ്. വീണ്ടും മൂന്നാം വട്ടവും LDF സർക്കാർ എന്നുള്ളതാണ് LDFന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. മൂന്നാം പിണറായി സർക്കാർ. സ്വാഭാവികമായും പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കുമെന്ന് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ അത് ലോഡ് ചെയ്യപ്പെടുകയാണോ ഇപ്പോൾ? അല്ല, തീർച്ചയായും വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് 2026 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരു ലക്ഷ്യം വെച്ച നവകേരളമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ തുടർന്ന് അവിടെ വീട് സകലതും നഷ്ടപ്പെട്ടവരെ ഇന്നലെ ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രിയുടെ താക്കോൽദാന ചടങ്ങ് നമുക്ക് കണ്ടതാണ്. മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് കൊടുത്തൊരു വലിയ വാഗ്ദാനം അത് പാലിക്കുകയാണ്. ഞാൻ ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ നേരിട്ട് പോയ ഒരാളാണ്. ആ സ്ഥലത്ത് DYFI പ്രവർത്തന നിലയിൽ കൂടി. അപ്പം അതിന് തൊട്ട് മുന്നേ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷിരൂരിലും ഞാനുണ്ടായിരുന്നു, നമ്മൾ അർജുന് വേണ്ടി. അപ്പം ഞാൻ അവിടെ 5 ദിവസത്തിലധികം ഷിരൂർ കേന്ദ്രീകരിച്ച് നിന്നൊരാളാണ് ഈ പ്രവർത്തനത്തിൽ. അല്ലെങ്കിൽ 2 ഗവൺമെൻറ്റുകളുടെ സമീപനം. ഞാൻ അതിനുശേഷം മുണ്ടക്കൈയിൽ കർണാടകത്തിൽ നിന്ന് ചില മാധ്യമ സുഹൃത്തുക്കൾ അവിടുന്ന് പരിചയപ്പെട്ട ചില ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മോഡലിനെ കുറിച്ച് എന്നോട് പറഞ്ഞ്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ ഒരു റിപ്പോർട്ടർ എന്നെ അദ്ദേഹം പേഴ്സണലി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഒരു മോഡലിനെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി. എന്നോട് വ്യക്തിപരമായി പറഞ്ഞു. അപ്പോൾ 2 മാതൃകകൾ ഒരേ ഘട്ടത്തിൽ കാണുകയാണ്. ഞാൻ മറ്റൊരു തലത്തിലേക്ക് പറയാം. പക്ഷെ അവിടെ നമ്മൾ കണ്ടതാണ്. അവിടെ ഞങ്ങൾ പോയപ്പോൾ നമ്മോട് ചോദിച്ച, അർജുന് വേണ്ടി പോയപ്പോൾ ചോദിച്ച ഒരു ചോദ്യം മാധ്യമങ്ങളിലെല്ലാം വന്നത്, ഇത് മന്ത്രിയുടെ മകനാണോ എന്നുള്ളത്. കേരളത്തിൽ നിന്നൊക്കെ MLA മാരും മന്ത്രിമാരും വരുന്നു, മാധ്യമങ്ങൾ മുഴുവനായിട്ട് അവിടെ കേന്ദ്രീകരിക്കും. കേരളത്തിൻ്റെ മകനാണ്. നമുക്ക് അതിനപ്പുറം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിനും മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രവർത്തനം. അത് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മുണ്ടക്കൈയിലെ നമ്മുടെ വീട് കൊടുത്ത അവരുടെ കണ്ണുനീർ, അവരുടെ ചേർത്തുപിടിക്കൽ, അതൊക്കെ നമുക്ക് തീർച്ചയായും അഭിമാനകരമാണ്. ഈ ഗവൺമെൻറ് നടത്തി ഇത്തരം നിരവധി ഇടപെടൽ. ലൈഫിൻ്റെ 5 ലക്ഷം വീടുകൾ. ഇപ്പോൾ പെൻഷനെ കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷം പല തരത്തിലുള്ള വേവലാതികൾ എന്ന വണ്ണമുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ നാം കാണേണ്ടത് എന്താ? കേരളത്തിൽ ഈ 2000 രൂപ പെൻഷൻ കൊടുക്കുകയാണ്. 62 ലക്ഷം പേർ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. നമ്മുടെ സർക്കാർ ഒരിക്കലും ഇതെന്തോ സർക്കാർ നിങ്ങൾക്ക് തരുന്ന ഇത് നമ്മുടെ എന്താണ് ഇത് നിങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഔദാര്യമാണ് എന്നതല്ല. അതിനപ്പുറം നമ്മുടെ സർക്കാർ പറഞ്ഞു, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ മോനോടും മോളോടും നിങ്ങൾ കൈനീട്ടണ്ടെന്നേ. ഇതാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞത്. വളരെ അത് അഭിമാനത്തോടെ. ഇപ്പം നമ്മളൊക്കെ ജനപ്രതിനിധി എന്ന രീതിയിൽ പലയിടത്തും പോകുമ്പോൾ ഇന്നലെയാണ് ഒരമ്മ എന്നെ വന്ന്, അതൊക്കെ വളരെ ഒരുപക്ഷെ നമുക്കതൊന്നും പെട്ടെന്ന് മൊബൈലിലോ ക്യാമറയിലോ പകർത്താൻ പറ്റാത്തൊരു ചേർത്ത് പിടിച്ചിട്ട് പെൻഷൻ കിട്ടിയതും ഒക്കെ ആയിട്ട് ആ അമ്മ വൈകാരികമായിട്ട് നമ്മോട് അത്ര ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ
ഒരാളെന്ന രീതിയിൽ അത് തീർച്ചയായും ഈ സർക്കാരിന് കിട്ടുന്ന ജനങ്ങളുടെ അംഗീകാരമാണ്. അങ്ങനെ പെൻഷനായാലും, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനായാലും, യുവാക്കൾക്കുള്ള സ്കോളർഷിപ്പ് ആയാലും, ഇപ്പോൾ നാടിനുണ്ടായിട്ടുള്ളൊരു വികസനം. ഇപ്പോൾ മനോജേട്ടൻ തന്നെ അറിയാം, നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന അങ്ങേക്കറിയാം. കാരണം ഈ കണ്ണൂർ ജില്ലയ്ക്കുണ്ടായ മാറ്റം, ഈ 10 വർഷം കണ്ണൂർ ജില്ലയിലുണ്ടായ മാറ്റം. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ മലബാറിനോട്, അങ്ങനെയൊക്കെ ഒരു പ്രയോഗങ്ങൾ സാധാരണ കേൾക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ അങ്ങനൊരു പ്രയോഗമില്ല. കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ, പാറശാല വരെയുള്ള മഞ്ചേശ്വരം മുതൽ എടുത്താൽ എല്ലാ മണ്ഡലങ്ങളെയും എല്ലാ നാടിനെയും ഒന്നുപോലെ കണ്ട് അവിടെ വികസനം എത്തിക്കാൻ, ഇപ്പോൾ നാഷണൽ ഹൈവേ ആയാലും അങ്ങനെ ആശുപത്രികൾ, കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം. ഇപ്പോൾ പാഠപുസ്തകം കൊടുക്കുന്നത്, ഞാൻ 2015 SF സ്റ്റേറ്റ് സെക്രട്ടറി ആയപ്പോൾ ഞങ്ങൾ സമരം നടത്തിയതാണ് ഈ പാഠപുസ്തകം കൊടുക്കാത്ത ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരായിട്ട്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ നിരവധി ചർച്ചകൾ നടത്തി. അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുൾ റബ്ബുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എത്രയോ തവണ ചർച്ചകൾ നടത്തിയിട്ടും പാഠപുസ്തകം തരാൻ തയ്യാറാകാത്ത സർക്കാരിൻ്റെ ഒരു സമീപനത്തെ ഞാനന്ന് സമരങ്ങളൊക്കെ നമ്മൾ നയിച്ചു. ഞങ്ങൾ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ കുട്ടികൾ. അതൊരു ക്യാമ്പയിനായി SF ഏറ്റെടുത്ത ഒരു കാലമുണ്ട്, DYFI ഏറ്റെടുത്ത ഒരു കാലം. പക്ഷെ ഇന്ന് അതില്ല. കാരണം ക്ലാസ് കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ പുസ്തകം കൊടുക്കുകയാണെന്നേ. എല്ലാ കുട്ടികളുടെ കയ്യിലേക്കും പുസ്തകം വന്നപ്പോൾ എന്തോ പ്രഹസനം അത് ഒന്ന് 8ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും പാസ്, അതായത് പരീക്ഷ എഴുതാതെ പാസ്സാക്കണം എന്നല്ല, പക്ഷെ അവരതിൽ പ്രാപ്തരാക്കണം എന്നത് അധ്യാപകന്റെ ഉത്തരവാദിത്തമാണ്. ആ നിയമം നിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമായി അധ്യാപകന്റെ ഉത്തരവാദിത്തമായി മാറ്റി അതിന് ഇടപെടുക, അത് സമൂഹമാകെ ഇടപെട്ടുകൊണ്ട് അവരെ വിജയിപ്പിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുപോവുക, കെൽപ്പുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ച നയം. അതോടൊപ്പം പാഠപുസ്തകം കൊടുക്കൽ മാത്രമല്ല, നോക്കണം, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഒരു സിലബസ് ഉള്ള സംസ്ഥാനം കേരളമാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാലോ, മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ ഇന്ത്യയിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ ആരാണ് വെടിവെച്ചു കൊന്നത്, എന്തിനാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചത് എന്ന് നമ്മുടെ പുതിയ തലമുറ പഠിക്കണ്ടേ? അത് മുഗൾ രാജവംശ ചരിത്രം, അങ്ങനെ ഓരോന്നും അതൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചപ്പോൾ അത് ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് തീരുമാനിച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അങ്ങനെ ഓരോന്നിലും കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ സംരക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തായാലും അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തായാലും നമ്മുടെ മെഡിക്കൽ കോളേജ്, ഇപ്പോൾ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. അവിടെ ഇപ്പോൾ 262 കോടിയുടെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. മനോജേട്ടൻ അവിടെ വന്നാൽ അറിയാം. ഇപ്പോൾ അവിടെ ഇപ്പോൾ അത്യാഹിത വിഭാഗം 25 കോടി പ്രവൃത്തി തുടങ്ങി. ഇപ്പോൾ 125 കോടിക്ക് കിഫ്ബി വഴി നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് ട്രോമ കെയർ. അതിൻ്റെ ഫസ്റ്റ് ഫേസ് 54 കോടിയുടെ, അതിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. അതും നമുക്ക് ആരംഭിക്കാം. അങ്ങനെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഒരു ഉദാഹരണം പറഞ്ഞു, ആരോഗ്യരംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ഗവൺമെൻറ് ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല, പെൻഷൻ കൊടുക്കുന്നു, റോഡ് മാറുന്നു, നല്ല പാലങ്ങൾ വരുന്നു, നല്ല ആശുപത്രി ഉണ്ടാകുന്നു, നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നു, നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാകുന്നു. ഈ ഗവൺമെൻറ്റിനെ എന്ത് പറഞ്ഞിട്ടാണ് ജനങ്ങൾ അകറ്റി നിർത്തുക? സ്വാഭാവികമായിട്ട് നവകേരളം എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ വീണ്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വരണം എന്നത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ നമ്മളോട് പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും സംസാരിക്കാൻ പറയാറുണ്ട്. സർക്കാരിന് നെഗറ്റീവ് മാർക്കൊന്നുമില്ല കേട്ടോ എന്ന് പറയാറുണ്ട് അവർ. ഇതൊക്കെ ആര് വന്നാലും നടക്കില്ലേ, ഇതിലൊക്കെ പിണറായി വിജയൻ എന്താണ് പങ്ക് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരില്ലേ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, അത് ആ മുഖ്യമന്ത്രി നമ്മുടെ നാടിന് നൽകിയ സംഭാവനകൾ എന്താണ്? പിണറായി വിജയൻ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യം വന്നാൽ വിജയന്റെ ഉത്തരം എന്തായിരിക്കും? അല്ല, അതിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. 2016 മുതൽ 26 വരെയാണ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. 2011 മുതൽ 16 വരെയുള്ള കേരളത്തെ മാത്രം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്, പക്ഷേ നടത്തിയ ഇടപെടലുകൾ നോക്കിയാൽ മതി. ഇപ്പോൾ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം, അത് 2015 പാഠപുസ്തകം കൊടുത്തിട്ടില്ല, ഒരു കൊല്ലാണ് കൊടുക്കാതിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. ഇന്ന് മലാപ്പറമ്പ് സ്കൂളിൻ്റെ മുന്നിൽ പോയി സമരം നടത്തിയ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് അന്ന് SFI പ്രവർത്തകർ എന്ന രീതിയിൽ. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ അതിനു മുന്നിൽ പോയി സമരം ചെയ്യേണ്ടി വന്നു. ഇന്ന് സ്കൂൾ അടച്ചുപൂട്ടിയോ? ആ പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ബോർഡും തകർന്നു വീഴാറായ കെട്ടിടങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം കൊണ്ടുവന്ന് പിണറായി വിജയനല്ലേ? ഇന്ന് ഹൈടെക് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയത് ഈ ഗവൺമെൻറ് അല്ലേ? ലോഡ് ഷെഡിങ്ങും പവർ കട്ടും. ഇന്ന് 10 വയസ്സായ ഒരു കുട്ടിക്ക് അറിയോ എന്താണ് ലോഡ് ഷെഡിങ്, പവർ കട്ട്? ഇപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് പവർ കട്ട്, ലോഡ് ഷെഡിങ് എപ്പോൾ പോയി എപ്പോൾ വരും
എന്നുള്ളത് പറയാൻ പോലും പറ്റില്ല. പാഠപുസ്തകം കൊടുത്തിട്ടില്ല, ആശുപത്രികളിൽ നല്ല ചികിത്സ ഉണ്ടായിരുന്നില്ല, നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, നല്ല പാഠപുസ്തകം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഇരുണ്ട കാലം. അത് 2011 to 16 വരെയുള്ള UDF ഗവൺമെന്റിന്റെ കാലം തന്നെ നോക്കിയാൽ മതിയല്ലോ. അതിലെല്ലാം മാറ്റുണ്ടായത് എന്താ? ആർജവുള്ള ഇപ്പൊ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ എന്താ? പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇല്ലാതിരുന്നെങ്കിൽ ഇന്ന് നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാവുമോ? 2015 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അടച്ചുപൂട്ടി NH-66 നവീകരണം എന്നത് കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ലെന്ന് പറഞ്ഞെടുത്തു നിന്നാണ് 2014 മുമ്പേ നടക്കേണ്ടതായിരുന്നു. നടക്കേണ്ടതായിരുന്നു. പക്ഷേ നടക്കാത്തത് വളരെ അഭിമാനത്തോട് പറയാം. അന്ന് ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോഴാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം പങ്കെടുത്ത യോഗത്തിൽ പോയി അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു ഭാഗത്താണ് ഞങ്ങൾ പിന്തുണക്കും, നിങ്ങൾ വികസിപ്പിക്കണം എന്നാണ്. പക്ഷേ എല്ലാവരും പിന്തുണ കൊടുത്തിട്ട് പോലും യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടൽ നടത്താൻ ഒരു മുഖ്യമന്ത്രി വന്നപ്പോൾ, പിണറായി വിജയൻ എന്ന നേതാവ് വന്നപ്പോൾ അത് മാറ്റം കാണുകയാണ്. അത് ഓരോന്നിലും സ്കൂൾ, ആശുപത്രി, ഇതെല്ലാം ഇങ്ങനെ മാറുമെന്ന് ആരെങ്കിലും ഈ UDF കാലത്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവും. ഈ നവകേരളം, നല്ല റോഡുകൾ ഇല്ലേ, തീരദേശ ഹൈവേ, അതോടൊപ്പം തന്നെ മലയോര ഹൈവേ, മലയോരത്തെ കൂടെയൊക്കെയുള്ള യാത്രകളെ ഇത്രയും മനോഹരമായ ഒരു യാത്രയാക്കി മാറ്റിയത് ഈ ഗവൺമെന്റ് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ്. നല്ല ആശുപത്രി കെട്ടിടങ്ങൾ വന്നത്, സൗജന്യ ചികിത്സ ഏറ്റവും മാതൃകാപരമായി നടത്താൻ വേണ്ടി. അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പരിശോധിച്ചാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി, ഒരു നേതാവിൻ്റെ ഇച്ഛാശക്തി തീർച്ചയായും നമ്മൾക്കൊക്കെ ഒരു റോൾ മോഡലായി നമ്മളൊരു തീർച്ചയായും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കുന്നു, അതാണ് ഏറ്റവും ഒടുവിൽ ചൂരൽമലി ഉൾപ്പെടെ ആ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഒരു ഇടപെടൽ, ആ മന്ത്രിസഭയെ ചേർത്ത് കോർഡിനേറ്റ് ചെയ്ത് ആ ഇടപെടലല്ലേ ചൂരൽമലയിൽ യാഥാർത്ഥ്യമായത്. ഇപ്പൊ മണ്ഡലങ്ങളിലേക്ക് കിഫ്ബി യാഥാർത്ഥ്യമായതുകൊണ്ടാണല്ലോ സ്കൂൾ കെട്ടിടങ്ങളും ഇപ്പൊ പാലങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ദീർഘവീക്ഷണമുള്ള ഇച്ഛാശക്തിയുള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നവകേരളം എന്ന ഒരിക്കലും സാധ്യമാകുമോ എന്ന് കേരളം ആശങ്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അത് സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പങ്കുവെച്ചുകൊണ്ടിരുന്നതെല്ലാം ഈ കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയതെന്ന് അഭിമാനത്തോടുകൂടി പറയാം. തീർച്ചയായും പിണറായി വിജയൻ എന്ന നേതാവ്, മുഖ്യമന്ത്രി ഈ കേരളത്തെ 10 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങളിലൂടെ കേരളത്തെ വികസന കുതിപ്പിലേക്ക് നയിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയാം. അതുകൊണ്ട് തന്നെ ആര് വന്നാലും എന്നുള്ളതല്ല, ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളം കുതിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇത്രയും വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. ഇനി നമുക്ക് അധികം റോഡുകളോ പാലങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? 2031 കേരളം എങ്ങനെയാകണം എന്നുള്ളത് വലിയ രീതിയിലുള്ള ചർച്ചയാണല്ലോ. അത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ആശയം ഏത് രീതിയിലാണ് നിങ്ങളോടൊക്കെ പങ്കുവെച്ചിട്ടുണ്ടാകുമല്ലോ? തീർച്ചയായും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ പുതിയ കേരളത്തെക്കുറിച്ച്, നവകേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അദ്ദേഹം നടത്തിയ ഒരുപാട് ഇടപെടലുകളുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്നിപ്പോ പത്രങ്ങളിൽ വന്നു കുസാറ്റിന് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 11 യൂണിവേഴ്സിറ്റികളിൽ 3 കേരളത്തിലാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 2019 മുഖ്യമന്ത്രി വൈസ് ചാൻസലർമാരുടെയും അക്കാഡമിഷ്യന്മാരുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട്, അന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇത്ര മുന്നേറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികകളിലേക്ക് കേരളത്തെ എത്തിക്കണം. അങ്ങ് മുഖ്യമന്ത്രി അതിനുവേണ്ടി പ്രത്യേക പരിപാടികൾ, വിദ്യാർത്ഥികളുമായി സംവാദം ഒക്കെ നടത്തി. അദ്ദേഹം അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്ലാനിങ് നടത്തുകയാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഏകോപിപ്പിച്ചുകൊണ്ട്. ഇന്ന് കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊരു ഹബ്ബായി മാറിയിരിക്കുന്നു. മികച്ച യൂണിവേഴ്സിറ്റികൾ വന്നു, മികച്ച അംഗീകാരങ്ങൾ വന്നു, നാക്കിൻ്റെ A++ ഗ്രേഡ് വന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റി MGയും മികച്ച 11 3 കേരളത്തിൻ്റെതായി വന്നു. ഞാൻ പറഞ്ഞ ആ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ആ രീതിയിൽ ഇനിയിപ്പോൾ പുതിയ കാലത്ത് നല്ല റോഡുകൾ വരുന്നു, നല്ല പാലങ്ങൾ വന്നിരിക്കുന്നു, അതെല്ലാം കേരളത്തിലെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനിയും കേരളം മുന്നിൽ. ഇപ്പോൾ K-Smart നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒന്നാണ്. നേരത്തെ പലരും പറയാറുണ്ട്, ഇപ്പോൾ സിംഗപ്പൂരൊക്കെ, ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, സിംഗപ്പൂരൊക്കെ ഇവിടെയും പോകേണ്ട ഒരു വിരൽത്തുമ്പിൽ മൊബൈൽ ഫോണിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഓഫീസ് നടപടിക്രമം അതിലൊരു സ്റ്റാർട്ടിംഗ് ആണ്, സേവനങ്ങൾ വീട്ടുപടിക്കൽ. അതിലൊരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ആ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി K-Smart വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് സ്വന്തമായി ഇന്റർനെറ്റ്, K-Phone ഉള്ളത് കേരളമാണ്. അപ്പോൾ തീർച്ചയായും
ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റങ്ങളിലേക്ക് കേരളത്തെ വളരെ വേഗതയിൽ മുന്നോട്ട് നയിക്കുക എന്ന് തന്നെയാണ് ഒരു പുതിയ വിഷനായിട്ട് നാം കാണുന്നത്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ സംവിധാനം കോഴിക്കോട് വരികയാണ്. അപ്പോൾ അതെല്ലാം ഒരു ദീർഘവീക്ഷണത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അത്തരം ഇന്നൊവേറ്റീവായ പുതിയ പുതിയ പദ്ധതികൾ, വ്യവസായ രംഗത്ത് സംരംഭകരുടെ നാടായിട്ട് കേരളം മാറുന്നു. ഇനിയും കൂടുതൽ സംരംഭങ്ങൾ വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലേ തൊഴിൽ സാധ്യത നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റൂ. IT പാർക്കുകൾ വരണം. അപ്പോൾ ഇതൊക്കെ ഇനി മാറുന്ന ലോകത്തിലേക്ക് കേരളവും എത്തുക. എല്ലാവരും മാറിയതിന് ശേഷം കേരളം എത്തുക എന്നുള്ളതല്ല, അവരോടൊപ്പം കേരളം എത്തുക, അല്ലെങ്കിൽ ഒരു പടി അതിനു മുന്നിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന വിഷൻ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു കാർക്കശ്യക്കാരനായാണ് നമ്മൾ എപ്പോഴും പിണറായി വിജയനെ കണ്ടിട്ടുള്ളത്. മോഹൻലാൽ അദ്ദേഹത്തോട് കാര്യം ചോദിക്കുന്നുണ്ട്, അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടതാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ആ കാർക്കശ്യം എന്നുള്ളത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ടോ? തീർച്ചയായും കാർക്കശ്യം എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷനുണ്ട്. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാൻ പറ്റുന്ന ഒരു നേതാവിൻ്റെ ഒരു ശേഷി തീർച്ചയായും അദ്ദേഹത്തെയൊക്കെ ഞാനൊക്കെ കാരണം രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥികളാണ്, ഒരു വലിയ പുസ്തകമാണ് പിണറായി എന്ന് പറയുന്നത്. നമുക്കെല്ലാം ഏറെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നേതാവാണ്. തീർച്ചയായും അദ്ദേഹത്തോട് കുറേയൊക്കെ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒന്നാണ്. കാരണം അദ്ദേഹത്തോടൊരു കാര്യം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോടുള്ള അവതരണത്തിൽ സ്വാഭാവികമായിട്ടും അത് അവതരിപ്പിച്ച ആൾക്ക് നീതി കിട്ടേണ്ടതാണ് കിട്ടിയിരിക്കും. അത് അദ്ദേഹം പിന്നെ ഇപ്പം നമ്മൾ പല വിഷയങ്ങളായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ അത് നടപ്പിലാക്കപ്പെടേണ്ടതാണ്, ഒരു സംശയവും വേണ്ട. അത് നടന്നിരിക്കും. അതാണ് മുഖ്യമന്ത്രി. അതോടൊപ്പം അദ്ദേഹം നടക്കാതെ, കാരണം ഒരു രാഷ്ട്രീയ നേരത്തെ ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ കാപട്യോ ആ ഒരു രീതിയിലില്ല അദ്ദേഹം. കാരണം നടക്കൂലെങ്കിലും നിങ്ങൾ പോയിക്കോളും, ഞാൻ നോക്കാം എന്ന് പറയുന്നത്, നടക്കില്ലെങ്കിൽ നടക്കില്ല. അതൊരു അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധമായ രാഷ്ട്രീയ ശൈലിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ നമുക്കതിൽ നിരാശപ്പെട, നടക്കുന്ന കാര്യമാണ്, അദ്ദേഹം നടത്തി തന്നിരിക്കും. ഏതറ്റം വരെയും അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കും. അതാണ് കേരളത്തിലുണ്ടായ മാറ്റം. എന്തൊക്കെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അദ്ദേഹം എടുത്ത നിലപാടുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാവും. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യം, ആ ഇച്ഛാശക്തിയാണ്, ആ ഇച്ഛാശക്തിയോടുള്ള നിലപാടുകളാണ്. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, നേതാവാണെന്ന് എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം. കുറേയെല്ലാം മാധ്യമങ്ങൾ പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ അത് ഉറച്ചതാണ് എന്നുള്ളത്, അവിടെയാണ് യഥാർത്ഥ നേതാവ്, സത്യസന്ധവും സുതാര്യവുമായിട്ട് യഥാർത്ഥ നേതാവ്, അവിടെയാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ യഥാർത്ഥ റോൾ മോഡലാക്കി മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു രീതികളിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷൻ, സത്യസന്ധമായ കാര്യങ്ങളെ എത്തിക്കാൻ നടത്തുന്ന ഇടപെടലൊക്കെ നമുക്കൊക്കെ ഒരു വലിയ പാഠപുസ്തകമായിട്ടാണ്. ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ കാണുന്നത്. അതിനപ്പുറമുള്ള എല്ലാ മാധ്യമങ്ങൾ ഓരോ ഘട്ടങ്ങളിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ഉണ്ടാക്കുന്നതാണ് എന്നത് 100% അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മൂന്നാം പിണറായി സർക്കാർ വരണം എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ചർച്ച എന്നതിനേക്കാൾ വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് LDF പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ ഈ തുടർച്ചയായി ഇങ്ങനെ ഭരിക്കുമ്പോൾ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥയിലേക്ക് CPM എത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണമാണ് മറുഭാഗത്ത്. ഈ വികസനം ഒരിടത്തും ചർച്ചയാകുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാർക്കശ്യവും അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളും ഇതൊക്കെ മാത്രമാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത്. സച്ചിദാനന്ദനെ പോലുള്ള ആളുകളൊക്കെ അതിന് അരുകി ചേർന്ന് പോകുന്നു എന്നുള്ളത് UDF ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വിഷയം. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ 15 വർഷത്തിലേക്ക് പോവുകയാണ്. അക്കാര്യങ്ങളൊന്നും പറയുന്നില്ല. കേരളത്തിൽ തുടർച്ചയായി LDF ഭരിച്ചാൽ CPM ഇല്ലാതായി പോകും എന്നുള്ളൊരു പ്രചരണമാണ് വരുന്നത്. എന്താണ് അങ്ങനെ ഒരു പ്രചരണത്തിന് പിന്നിൽ എന്താണെന്നാണ് CPM കരുതുന്നത്? തീർത്തും തെറ്റായ ഒരു പ്രചരണമാണ് അതിൻ്റെ പിന്നിൽ. ഇത്തരത്തിൽ മറ്റൊന്നും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയാനില്ല. ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ, അല്ലെ ഈ ഇടതുപക്ഷ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ വികസനത്തിൽ തൊട്ടാൽ കൈവൊള്ളും, തൊടാൻ പറ്റില്ല. വികസനം ചർച്ചയാക്കാൻ പ്രതിപക്ഷമോ
ഇവിടുത്തെ ബോധപൂർവമായി ശ്രമിക്കുന്ന ചില വലതുപക്ഷ മാധ്യമങ്ങളൊന്നും എപ്പോഴും ഈ തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന മുന്നണി വികസനം ചർച്ചയാകാതിരിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ വികസനം ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയും, ഞങ്ങൾ കേരളത്തോട് നമ്മൾ കേരളത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ് ജനങ്ങളോട് പറയുന്നത്. ഈ റോഡ് നോക്കൂ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ഈ പാലം നോക്കൂ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ഇതാ പുതിയ വ്യവസായ സംരംഭങ്ങൾ വന്നിരിക്കുന്നു, പുതിയ ഇൻവെസ്റ്റ്മെന്റ് തൊഴിൽ സാധ്യത വന്നിരിക്കുന്നു, നിങ്ങൾ നോക്കൂ, പുതിയ സ്കൂൾ നോക്കൂ, പുതിയ നമ്മൾ അഭിമാനത്തോടെ ഒരു തുറന്ന പുസ്തകമായിട്ട് ജനങ്ങളോട് പറയാണ്, നിങ്ങൾ സംവദിക്കൂ. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷത്തിനായാലും ചില വലതുപക്ഷ മാധ്യമങ്ങൾക്കായാലും അവർ താല്പര്യപ്പെടുന്നത് ഒരു ഘട്ടത്തിലും അത് വികസനം ചർച്ച ചെയ്താൽ പ്രതിപക്ഷം തന്നെ തരിപ്പണമായി പോകും. കാരണം ഇടതുപക്ഷമല്ലാതെ മറ്റൊരു ചോയ്സ് ജനങ്ങളുടെ മുന്നിലേക്ക് വരില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ ചില നുണപ്രചരണങ്ങൾ ഉണ്ടാകണം. ആ നുണപ്രചരണങ്ങളിൽ ഒന്ന് മാത്രമായിട്ട് ഞാനിത് കാണുന്നു. ഇതിനെ അത്തരമൊരു നുണപ്രചരണങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാത്രം. അങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ ഇക്കൂട്ടർ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റിനെ, ആ നുണയെ പെരിപ്പിച്ച് കാണിച്ച്, ഇപ്പോൾ വയനാട്ടിലെ വീട് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തു. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്താ? ഗവൺമെന്റ് വീട് കൊടുക്കുന്ന ദിവസം യൂത്ത് കോൺഗ്രസിന്റെ വീടുണ്ടാവും. ഒരു മാധ്യമത്തിനും ചർച്ചയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പൊ അത് ചർച്ച ചെയ്യാൻ പോയാൽ വികസനം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ലൈഫിൽ 5 ലക്ഷം വീട് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നുണകളുടെ ഒരു കൂടാരം ഉണ്ടാക്കി ആ നുണകളുടെ കൂടാരത്തിൽ മാത്രം കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളെ കൊണ്ടുപോയി ആകെ പുകമറ സൃഷ്ടിച്ച് നുണകൾ പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ളതാണ് ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിൽ ഒന്നു മാത്രമാണ് നേരത്തെ പറഞ്ഞ ഭാഗം. നമ്മുടെ പാർട്ടി സംവിധാനത്തിൽ കൃത്യമായിട്ട് CPIM-നെ കുറിച്ച് അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഘടകങ്ങളെയെല്ലാം പാർട്ടി എല്ലാ ഘട്ടങ്ങളിലും സുശക്തമാക്കിക്കൊണ്ട്, അത് എല്ലാ അത് ഭരണമുള്ളപ്പോഴായിക്കോട്ടെ ഭരണമില്ലാത്തപ്പോഴായിക്കോട്ടെ, അത് ഏത് ഘട്ടത്തിലായാലും നമ്മുടെ പാർട്ടിക്ക് ഒരു ഭരണഘടനയും പാർട്ടി അംഗീകരിച്ച ഒരു പരിപാടിയുണ്ട്. ആ ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPM-ന്റെ പ്രവർത്തനം എല്ലാ കാലങ്ങളിലും പോയിട്ടുള്ളത്. ആ പ്രവർത്തനം അതേപടി എല്ലാ ഘട്ടങ്ങളിലും പോകുന്നുണ്ട്. അത് ഭരണം ഉണ്ടായിക്കോട്ടെ ഭരണം ഇല്ലായിക്കോട്ടെ ലക്ഷ്യത്തോടു കൂടി മാത്രമല്ല, അല്ലല്ല, പാർട്ടിക്ക് ഒരു വലിയ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന വലിയ ലക്ഷ്യം മറുവശം നിൽക്കുന്നുണ്ട്. അതിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ സ്വാഭാവികമായിട്ടും ഈ നാടിൽ മാറ്റമുണ്ടാക്കാൻ, അല്ലെ, ഈ നാടിനെ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ജനാധിപത്യ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ മാറ്റം ജനങ്ങൾ നേരിട്ടറിയല്ലേ എന്താണ് ആ മാറ്റം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം പ്രചരണങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ, ഈ ഗവൺമെന്റിന്റെ മുന്നേറ്റത്തെ ചർച്ച ചെയ്യാതിരിക്കാൻ, ഇടതുപക്ഷത്തെ കൂടുതൽ ജനങ്ങൾ പോസിറ്റീവായി ചർച്ച ചെയ്യാതിരിക്കാൻ, ഇത്തരം ചില ഭാഗങ്ങൾ, അതിൽ ചില സാംസ്കാരിക നായകന്മാരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നതിൽ തീർച്ചയായും എനിക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ട്. പലരും അത് പങ്കുവെച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ ഭാഗം വലിയ സ്നേഹം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്. CPM ഇവിടെ ഉണ്ടാവണം, CPM ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണത്. ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. പാർട്ടി ആ നിലയിൽ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഭരണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താ? അത് കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആരുമായിക്കോട്ടെ, അവരിലെല്ലാം ആ വികസനം ഉണ്ടാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വികസനം തന്നെയാണ്. ആ വികസനത്തെ വഴിതെറ്റിക്കാൻ ഇത്തരം ചില നുണകൾ ഉണ്ടാക്കുന്നു. അത് പല പല രൂപത്തിൽ അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്നതിൻ്റെ ഒരു വലിയ രൂപം ഇവിടെ നടന്നുകൊണ്ട് ഗീബൽസിൻ്റെ, നമ്മൾ പലപ്പോഴും ആ ഗീബൽസിൻ്റെ ഒരു വലിയ തന്ത്രം അതിപ്പോൾ കേരളത്തിൽ പയറ്റാൻ പ്രതിപക്ഷവും അതോടൊപ്പം വലതുപക്ഷ മാധ്യമങ്ങളും അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചില വിഭാഗങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് ശ്രമം നടത്തുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ അറിയാം, പിണറായി ഗവൺമെൻറ്റിനെ അറിയാം. അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ നുണകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിന് വികസനം ചർച്ച ചെയ്യും. 2021 ഈ ശ്രമങ്ങൾ ഉണ്ടായതാണ്. 2021 പല രൂപത്തിൽ ഈ നുണകളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വർണം തന്നെയായിരുന്നല്ലോ. അത് ചിലപ്പോ ഇപ്പൊ ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരു, ഞങ്ങൾ പറയാം, നമ്മളെ ഓർമ്മിപ്പിക്കാം. ഈന്തപ്പഴത്തിന്റെ കുരു, വിശുദ്ധ ഖുർആനെ പോലും ഇതിന്റെ ആയുധാക്കി മാറ്റിയവരാണ് ഇവിടെയുള്ള പ്രതിപക്ഷവും. അതെ, അങ്ങനെ ഓരോന്നും വന്നു. എവിടെ ED, CBI, കസ്റ്റംസ്, ഇനി ഏത് ഏജൻസി വരാനുണ്ട് ആ ഏജൻസി എല്ലാം ഇവിടത്തേക്ക് വന്നു. അന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ഭാഗം, ഇന്നും പറയുന്നു, മടിയിൽ കല്ലമുള്ളവനെ
വഴിയിൽ പിടിക്കേണ്ടതുള്ളൂ. അല്ല, അഭിമാനത്തോടെ കേരള ജനതയുടെ മുന്നിൽ പറയും. അപ്പോൾ 21-ൽ എന്ത് സംഭവിച്ചു? ഇത്രയും നുണകൾ ഉണ്ടായിട്ടും ജനങ്ങൾ ഈ ഗവൺമെന്റ് 99 സീറ്റ് നൽകി കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരും. ഇപ്പോഴും 21-ലേത്തെ നുണകൾ എടുക്കാൻ ഇനി പറ്റില്ല, അതവിടെ ഉപേക്ഷിച്ചു. അത് അവർക്കിപ്പോൾ പറയാനേ താല്പര്യമില്ല. പുതിയ നുണകൾ പുതിയ രൂപത്തിൽ കൊണ്ടുവരുന്നു. പക്ഷെ എന്താണ് 21-ൽ സംഭവിച്ചത് അത് തന്നെ 26-ൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.